ഹായ് ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഇൻ്റർവ്യൂ ഡേ സ്കെഡ്യൂളാണ്. ഇത് ആക്ച്വലി ഒരു 2 ഡേയ്സിൻ്റെ വീഡിയോ ആയിരിക്കും. സോ എനിക്ക് റീസെൻ്റ് ആയിട്ട് വന്നൊരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു വർക്കാണ് ഞാൻ ഈ ഒരു വ്ളോഗിൽ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിരാവിലെ തന്നെ നമ്മൾ റിപ്പോർട്ടിംഗ് സ്ഥലത്ത് എത്തണം കേട്ടോ. നമ്മുടെ ലൊക്കേഷൻ വന്നിട്ട് ക്രൗൺ പ്ലാസയിലാണ്, കൊച്ചി ക്രൗൺ പ്ലാസയിലാണ്. സോ നമ്മൾ വെളുപ്പിനെ തന്നെ ഊബർ എടുത്ത് നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഒരു 6 to 6:30 ആ ഒരു സമയത്തേക്ക് നമുക്ക് എത്തണം. അപ്പോൾ നമ്മുടെ കൂടെയുള്ള നമ്മുടെ ടീംമേറ്റ്സാണ് ഇവർ. വഴിയിൽ നിന്ന് നമ്മൾ ഇവരെയും പിക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടെ, ഇന്നത്തെ ദിവസത്തെക്കാട്ടിലും ഏറ്റവും കൂടുതൽ മഴ ഇന്നായിരുന്നു. രാവിലെ നല്ല മഴയായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായാലും ഒരു 6:45, 7 ആയപ്പോൾ തന്നെ നമ്മൾ ക്രൗൺ പ്ലാസയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ദെൻ ഈ കാണുന്നതാണ് നമ്മുടെ ഇൻ്റർവ്യൂവിന് ആ സമയത്ത് വന്ന ആൾക്കാരുടെ തിരക്ക്. സത്യം പറഞ്ഞാൽ കിളി പോയി. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്ര ആൾക്കാർ വരുമെന്ന്. പക്ഷേ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു, നല്ല കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ആ സമയത്ത് ചെന്നിട്ട് പോലും ആ സമയത്ത് രജിസ്ട്രേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളും അതിന് കോർഡിനേറ്റ് ചെയ്യുകയും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടായി. ഇത് നമുക്കൊരു ഒഴിവ് സമയം കിട്ടിയപ്പോൾ നമ്മളെല്ലാവരും ഇരുന്ന് ഓരോരോ വർക്കിൽ എല്ലാം സ്പ്ലിറ്റ് ചെയ്താണ് വന്നേക്കുന്നത്. അതുകൊണ്ട് ഓരോരോ വർക്കിൽ എല്ലാവരും എൻഗേജ് ആയിട്ട് ഓരോ പരിപാടി ചെയ്യുന്നതാണ്. നമ്മൾ ഇടയ്ക്കൊരു 9:30 ഒക്കെ ആയപ്പോൾ ഒന്ന് ഫുഡ് കഴിക്കാൻ പോയായിരുന്നു. ദെൻ നമുക്കൊരു ചെറിയ റെസ്റ്റ് ടൈം കിട്ടിയപ്പോഴത്തേനും നമ്മളെടുത്തൊരു വീഡിയോ ആണിത്. പിന്നെ ഇന്നത്തെ ദിവസം ഒരു ഉച്ച ഒരു 3 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ. നാളെ നമുക്ക് ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇനി ഓഫീസിലോട്ട് പോകണം. നമ്മൾ ഓഫീസിൽ ചെന്നു, ഫുഡൊക്കെ ഓർഡർ ചെയ്തു, ചെറുതായിട്ട് ഫുഡൊക്കെ അടിച്ചിരുന്നു. ദെൻ അന്നത്തെ ദിവസം അങ്ങനെ പോയി. ഇത് നമ്മുടെ സെക്കൻഡ് ഡേ ആണ്, ഔട്ട്ഫിറ്റ് ചെക്കാണ്. അപ്പോൾ ഇന്നത്തെ എല്ലാം സെറ്റാക്കി ഇന്നും നമ്മൾ പതിവ് പോലെ ഇന്നലത്തെക്കാട്ടിലും നേരത്തെ ഇന്നെത്തണം. അതുകൊണ്ട് തന്നെ നമ്മളൊരു 5 മണിക്ക് തന്നെ നേരത്തെ പുറപ്പെട്ടു. ഇന്നും പതിവ് പോലെ തന്നെ മഴ എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, അടിപൊളി മഴയായിരുന്നു. രാവിലെ മഴയൊക്കെ ആയതുകൊണ്ട് കാൻഡിഡേറ്റ്സ് വരുമോ ഇതോ ഒന്നുമൊക്കെ ടെൻഷൻ ഉണ്ടായി. പക്ഷെ നമുക്ക് അവിടെ ചെന്നപ്പോഴത്തേനും അത്യാവശ്യം ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതവിടെ അകത്ത് ഇരുന്നൊരു സാധനമാണ് കേട്ടോ. എന്ത് കിളിയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും അതിനെ വെറുതെ എടുത്തുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ വന്നപ്പോഴത്തേനും നമ്മൾ ഇന്നലത്തെക്കാട്ടിലും നേരത്തെ എത്തിയതുകൊണ്ട് ആളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷെ 5-10 മിനിറ്റിനുള്ളിൽ പിന്നെയും പഴയ പോലെ ക്രൗഡായി. നമ്മൾ ഇന്നും നല്ല രീതിയിൽ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇന്ന് അതേപോലെ തന്നെ എനിക്കൊരു വേറൊരു ആവശ്യമുള്ളതുകൊണ്ട് ഞാനിന്ന് ഹാഫ് ഡേയും കൂടെയാണ്. അങ്ങനെ ഹാഫ് ഡേയും പറഞ്ഞ് അവിടുന്ന് ഊബർ എടുത്ത് നേരെ നമ്മൾ പോയത് വൈറ്റിലയിലേക്കാണ്. ഇന്ന് എനിക്ക് നാട്ടിൽ വെച്ചിട്ടൊരു എക്സാം ഉണ്ട്. അപ്പം ഈ സമയത്ത് പുറപ്പെട്ടാലേ എനിക്ക് അവിടെ എത്താൻ പറ്റത്തുള്ളൂ. ആക്ച്വലി ഞാൻ നല്ല ടെൻഷനിലായിരുന്നു. കാര്യം ഒരു സൈഡിൽ വർക്ക് നടക്കുന്നു, ഒരു സൈഡിൽ വീട്ടിൽ പോയി എപ്പോൾ എത്തും ഒന്നും അറിയത്തില്ലായിരുന്നു. അതിനുശേഷം നമ്മൾ KSRTC കയറി നമ്മൾ പോവാണ്. അവിടെ ചെന്നപ്പോഴത്തേനും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഓട്ടോ എടുത്ത് പോകേണ്ടി വന്നിട്ടുണ്ടായി. അപ്പം ഓട്ടോയിൽ പോകുമ്പോൾ എൻ്റെ മനസ്സിലെന്ന് പറഞ്ഞാൽ റിപ്പോർട്ടിംഗ് ടൈമിൽ അവിടെ എത്തുമോ, എന്താ അവസ്ഥ, സമയവും ടെൻഷനും. കാര്യം അവിടുന്ന് ഓഫീസിൽ നിന്ന് സൈഡിൽ നിന്ന് കോൾ വരുന്നു. അതൊക്കെ ആകെ ടെൻഷൻ തന്നാലും നേരെ ചെന്ന് എക്സാം എഴുതി തിരിച്ച് വീട്ടിലേക്ക് വന്നു. നമ്മളൊരു കസിൻ്റെ വീട്ടിലാണ് ആദ്യം ചെന്നത്. അവരുടെ വീടിൻ്റെ മുന്നിലത്തെ വ്യൂ ആണ് കേട്ടോ ഇത്. ഈ 6 പോകുന്നത് നമുക്ക് വീട്ടിലിരുന്നാൽ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിക്ക് മഴയുണ്ടായിരുന്നു. പിന്നെ ഞാൻ അന്ന് രാത്രി തന്നെ തിരിച്ചു കയറി. നമ്മുടെ ഡേ 3യുടെ ഔട്ട്ഫിറ്റാണിത്. അവിടെ ചെന്ന പാടെ ഒരു ഔട്ട്ഫിറ്റ് ചെക്കും കൂടെ നടത്തി. എല്ലാം സെറ്റല്ലേ എന്ന് നോക്കി. അവരുടെ ക്രൗൺ പ്ലാസയുടെ ഒരു എൻട്രൻസ് ആണ് കേട്ടോ. നമ്മുടെ ഇൻ്റർവ്യൂ വർക്ക് കാര്യങ്ങളൊക്കെ ഈ ഏരിയയിലാണ് നടക്കുന്നത്. നേരെ അകത്തേക്ക് കയറി. ഇന്നും കാൻഡിഡേറ്റ്സിന് എണ്ണത്തിന് പഞ്ഞൊന്നും ഉണ്ടായില്ല. നമ്മൾ ചെന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു. ദെൻ ഞാൻ ആൾക്കാർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പം ഈ കാണുന്നത് നമ്മുടെ ഒരു കാൻഡിഡേറ്റ് ആണ് കേട്ടോ, സുലേഖ ഉദ്മാൻ. എൻ്റെ അടുത്ത് കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. ആസാമിൽ നിന്ന് നമ്മുടെ ഇൻ്റർവ്യൂ കൂടാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഫുൾ എന്താ പറയുക, ഫുൾ ഒരു അടിപൊളി ആളാണ്. ആൻഡ് ഷീ ഈസ് സോ ക്യൂട്ട്. നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. പിന്നെ ഞാൻ ആളെ കൊണ്ടൊരു ചായ കുടിക്കാനൊക്കെ പോയി. ഒരു ചായയും പഴംപൊരിയൊക്കെ കഴിച്ച്. സോളോ ട്രിപ്പൊക്കെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണത്രേ. എൻ്റെ അടുത്ത് കുറേ ആളുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. കുറേ നേരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇടയ്ക്കൊരു ബ്രേക്ക് കിട്ടിയപ്പം ഞാൻ നേരെ ഫോറം മാളിലേക്ക് പോയി. ഫോറം മാളിൽ കുറച്ച് നേരം കറങ്ങി നടക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ഈ ഒരു സ്റ്റോർ കണ്ടത് കേട്ടോ. ഇതൊരു ഹോം ഡെക്കോറിൻ്റെ ഒക്കെ ഒരു സ്റ്റോറാണ്. എനിക്ക് ഈ ഈസ്തറ്റിക് ഐറ്റംസിനോട് എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്.
അങ്ങനെ അവിടെ ചെന്നു. അവിടുത്തെ കുറേ സാധനങ്ങളെല്ലാം എനിക്ക് എടുത്തിട്ട് പോരാൻ തോന്നി. എല്ലാം നല്ല ക്യൂട്ട് സാധനങ്ങളായിരുന്നു. ഈ ഡെക്കോർ ഐറ്റംസാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. പിന്നെ ഞാൻ ഓരോ സൈഡും പോയി. ഈ ഒരു നമുക്ക് എൻട്രൻസിലൊക്കെ വെക്കാൻ പറ്റിയ ടൈപ്പ് ഒരു സാധനമല്ലേ ഇത്. ഈ ഗണപതിയുടെ ഇതും എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. പിന്നെ നമ്മളവിടെ പുതിയതായിട്ട് തുടങ്ങിയ ഒരു സ്റ്റോറിലേക്കാണ് പോയത്. ഇതിപ്പോൾ ഇതും അടിപൊളി സാധനം, എല്ലാ ക്യൂട്ട് ടോയ്സും, അതേപോലെ തന്നെ കുഞ്ഞു ലാമ്പുകൾ, ടംബ്ലേഴ്സ്, വാട്ടർ ബോട്ടിൽ, സ്ക്രഞ്ചീസ്, ഇതൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ജേണൽ എല്ലാം ഉണ്ടായിരുന്നു. ഒരു സോഫ്റ്റ് ടോയ് കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. എനിക്കിതെല്ലാം മേടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇൻ്റർവ്യൂ വർക്കിന് വന്നതാണെന്നുള്ള കാര്യം ഞാൻ ഇടയ്ക്ക് മറന്നു. കുറച്ച് നേരം ഇതിലെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ബ്രേക്കിന് വന്നതാണ് ഇവിടെ. പിന്നെ അവിടെ ചെന്നു. ജസ്റ്റ് അവിടെ പിന്നെയും അവിടെ ചെന്നൊരു മുഖം കാണിച്ചു. അപ്പോഴത്തേനും എനിക്ക് ദാഹിച്ചു. പിന്നെ ഞാൻ നേരെ പോയിട്ട് ഒരു ഓറഞ്ച് ജ്യൂസൊക്കെ കുടിച്ച് നേരെ ഓഫീസിലേക്ക് വന്നു. ഇനി ഇത്ര ഉള്ളൂ എന്നും പറഞ്ഞിട്ട് തിരിച്ച് വന്നതാണ്. ഓഫീസിൽ വന്നിട്ടും കുറച്ച് വർക്ക് ഉണ്ടായി. അവിടെ വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് നാളത്തേനുള്ളത് സെറ്റും ചെയ്തു. അപ്പം ഇനിയും ദിവസങ്ങളിൽ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ കുറേ കൂടെ ബിസി ആയിരിക്കും. അപ്പം ഞാൻ ഇന്നത്തെ ദിവസം കൊണ്ട് നമ്മുടെ ഇൻ്റർവ്യൂ വ്ളോഗ് ഞാൻ എൻഡ് ചെയ്യാണ്. ഇത് കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വീഡിയോസിൽ വരുത്തണമെന്നുണ്ടെങ്കിൽ അതും പറയുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ.